അങ്ങനെ ഞങ്ങൾ ടെർമിനൽ 2-ലെത്തി. സ്കൈ ട്രെയിൻ പിടിച്ചിട്ട് ടെർമിനൽ നമ്മുടെ 3-ന്ന് 2-ലോട്ട് സ്കൈ ട്രെയിൻ പിടിച്ച് എത്തി. E7 ആണ് ഞങ്ങളുടെ ഗേറ്റ്. E7-ലോട്ടേക്ക് പിന്നെ ഞങ്ങൾ നടന്നു പോയി. ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും. ആക്ച്വലി ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം നമ്മൾ സെക്യൂരിറ്റി ചെക്കും കൂടെ കടന്നിട്ടായിരിക്കും ഫ്ലൈറ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. എന്നിട്ടായിരിക്കും പിന്നെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നത്. അതുവരെ നമ്മൾ ഒരു ചെക്കിങ്ങും ഇല്ലാതെ ആ ഫുൾ എയർപോർട്ട് ചുറ്റിക്കറങ്ങുന്നത്. ആക്ച്വലി ഞങ്ങൾ വിയറ്റ്നാം ട്രിപ്പിലോട്ട് സിംഗപ്പൂർ എയർലൈൻസ് സെലക്ട് ചെയ്യാൻ കാരണം ഒന്ന്, സിംഗപ്പൂർ എയർലൈൻസ് നല്ല കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള എയർലൈൻസാണ്. രണ്ടാമത്തത് സിംഗപ്പൂർ എയർപോർട്ട് വഴി ട്രാൻസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാം. ബാക്കിയുള്ള എയർപോർട്ട് കമ്പയർ ചെയ്യുമ്പം ചാങ്കി എയർപോർട്ട് നല്ല ലെവൽ ഓഫ് കംഫർട്ടാണ് ഉള്ളത്. അത് സമയം സ്പെൻഡ് ചെയ്യുന്നതായാലും നമുക്ക് ട്രാൻസിറ്റ് ടൈം ഒരു 5 to 6 hours എല്ലാം ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് എയർപോർട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാം. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ എല്ലാ ഫ്ലൈറ്റിലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടാകും. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. സോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ്. ഇത് മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പില്ലോ ബ്ലാങ്കറ്റൊന്നും പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും വൈഡ് റേഞ്ച് ഓഫ് മൂവി സെലക്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജസിലെ മൂവീസും നല്ലൊരു സെലക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് മിനിറ്റിന് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യും, മിനിറ്റിന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. സോ ഇറ്റ്സ് എ വെരി ബിസി എയർപോർട്ട്. ആക്ച്വലി ഒരു നല്ല ബിസി ആയിട്ടുള്ളൊരു ജംഗ്ഷൻ തന്നെയാണ് സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ സേഫ്റ്റി ബ്രീഫിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈവൻ ഡെഫ് ആൻഡ് ഡം ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ അവർ വീഡിയോ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നുണ്ട് അവരുടെ സേഫ്റ്റി ബ്രീഫിങ്ങിൻ്റെ. അപ്പോൾ സൈഡിലെ ലോവർ ലെഫ്റ്റ് കോർണറിൽ നമുക്ക് കാണാം അവർക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ബ്രീഫിംഗ്. Before we take off, stow your luggage under the seat in front of you or in the overhead compartments. Hold your hand or place in the seat pocket. ആക്ച്വലി ഫ്ലൈറ്റ് ഞങ്ങൾ വെബ് ചെക്ക് ഇൻ ചെയ്തിട്ടാണ് വന്നത്. വെബ് ചെക്ക് ഇൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിൻഡോ സീറ്റ് സെലക്ട് ചെയ്യാം. ആക്ച്വലി ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ PNR അടിച്ചു കൊടുത്താൽ നമുക്ക് ഫ്ലൈറ്റ് 48 hours ബിഫോർ ചെക്കിൻ ഓപ്പൺ ആവും. അപ്പം ചെക്കിൻ ഓപ്പൺ ആകുമ്പം ചെക്കിൻ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് സീറ്റ് സെലക്ട് ചെയ്യാം. അപ്പം വിൻഡോ സീറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ സെലക്ട് ചെയ്യാം. സീറ്റായി കഴിഞ്ഞാൽ ചിലപ്പം വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ നേരത്തെ തന്നെ വെബ് ചെക്കിൻ ചെയ്തത്. നമ്മൾ ഡയറക്റ്റ്ലി സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ആപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാം.
ഇല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ആപ്പ് ക്ലിയർ ട്രിപ്പോ മേക്ക് മൈ ട്രിപ്പ് വഴിയോ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാം. സീറ്റ് സെലക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം തിരക്കുള്ള സമയമാകുമ്പോൾ ചിലപ്പോൾ വിൻഡോ സീറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. Pull the mask down sharply. Place it over your mouth and nose. Pull the lateral straps to tighten it and breathe as usual. Secure your mask first before helping others. It is normal for the bag to not fully inflate. There are several emergency exits in this aircraft. Take a few moments now to locate your nearest exit, which may be behind you.
ലാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇമിഗ്രേഷനിലോട്ട് പ്രൊസീഡ് ചെയ്തു. അവിടെ ഒരു അപാര ക്യൂ ആയിരുന്നു. കാരണം ഇലക്ട്രോണിക് ഇമിഗ്രേഷൻ അല്ല, സിംഗപ്പൂർ ഇമിഗ്രേഷൻ എല്ലാം വളരെ എളുപ്പമാണ്. അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ കുറച്ച് നേരം ക്യൂ നിന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നു. ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കൽക്കട്ട എയർപോർട്ടല്ല, കൽക്കട്ടയല്ല, വണ്ടി കയറി മറ്റേ എയർപോർട്ടില്ലേ. ഞങ്ങൾ 2 പേർക്ക്, എനിക്കും എൻ്റെ ബ്രദറിനും കൂടെ വിയറ്റ്നാം ട്രിപ്പിന് ഏകദേശം കോസ്റ്റ് വന്നത് $1,620 ആയിരുന്നു ഫോർ 10 ഡേയ്സ്. വിയറ്റ്നാം അമേസിങ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ വിയറ്റ്നാമിൽ തന്നെയുള്ള ഒരു ടൂർ ഓപ്പറേറ്ററെ ആയിരുന്നു ഞങ്ങൾ ടൂറിന് വേണ്ടി സമീപിച്ചത്. അത് ഓൺലൈൻ വഴിയായിരുന്നു എല്ലാ ട്രാൻസാക്ഷൻസ് ആയാലും കോൺവെർസേഷൻസ് ആയാലും എല്ലാം. I should say it was a trustworthy tour operator. I had a very bad experience from the tour I booked last time from Kerala. ഇതായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ. ആക്ച്വലി ഇറ്റ് വാസ് എ ഗുഡ് ഹോട്ടൽ. ആൻഡ് എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടത്, അവർ ചപ്പൽസും കൂടെ തരുമായിരുന്നു. അത് ഡിസ്പോസിബിൾ ചപ്പൽസ് അല്ല, അല്ലാത്ത ചപ്പൽസ്. ബാത്റൂം ആയാലും നല്ല ബാത്ത് ഫെസിലിറ്റി ഉള്ള ബാത്റൂമായിരുന്നു. ടോയ്ലറ്ററീസ് ആണെങ്കിലും എല്ലാം നല്ലൊരു ഹോട്ടലായിരുന്നു ആക്ച്വലി. ഈ $1,620 എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിങ് ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിൻ്റെ ചാർജ് വേറെ സെപ്പറേറ്റാണ്. ഫ്ലൈറ്റ് ഞങ്ങൾ തന്നെയാണ് ബുക്ക് ചെയ്തത്, സിംഗപ്പൂർ എയർലൈൻസ്. അവർ ടൂർ ഓപ്പറേറ്റർ അറേഞ്ച്ഡ് ഇറ്റ് ഫ്ലോലെസ്ലി.